കണ്ണ സ്കൂളിൽ നിന്ന് വന്ന് ആ സമയത്തേക്ക് ഇതാ കൺമണി കണ്ണൻ്റെ ബാഗൊക്കെ തപ്പാട്ടാ. എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും മിഠായിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. അതുണ്ടാന്ന് നോക്കി ഇങ്ങനെ അവൾ വട്ടം ചുറ്റി നടക്കാവനെ. ആ സമയത്തേക്ക് ഞാൻ വന്നിട്ട് അട ഉണ്ടാക്കുകയാണേ. അപ്പോൾ നാളെ വാവാണ്, കർക്കിടക വാവില്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വാവിൻ്റെ തലേ ദിവസം നമ്മളിങ്ങനെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദാഹമൊക്കെ വെക്കും. അപ്പോൾ ഇവിടെ ഈ 2 വർഷമായിട്ട് ഇപ്പോൾ അച്ഛൻ മരിച്ചതായത് കൊണ്ടിട്ട് ഞങ്ങളിവിടെ ദാഹം വെക്കുവേ വൈകുന്നേരം. അപ്പോൾ അതിനുള്ള അടയൊക്കെ റെഡിയാക്കാനായിട്ട് അപ്പം ഞാനോട് തന്നാൽ ഒരുമിച്ചാക്കിയാൽ വൈകുന്നേരം നമുക്ക് ചായക്കോ അതെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ആ ദാഹം വെക്കുന്ന അട നമ്മൾ വറുത്താണ് എടുക്കുന്നത്. ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ വൈകുന്നേരത്തേക്ക് ചായക്കോ ആക്കാനായിട്ടാണ് പുഴുങ്ങിയെടുക്കാനായിട്ട് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് ഉരുക്കി വിളയിച്ചൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോഴേ. അതങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ഇതാ നമ്മുടെ പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അത് എടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് നന്നായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളം എടുത്ത് ഒഴിച്ച് അതൊന്ന് കുഴച്ച് പാകപ്പെടുത്തി എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയായിരിക്കും കേട്ടോ. അതങ്ങനെ ഇതാ ചൂടായിട്ട് ഇങ്ങനെ നമ്മൾ മൂടി വെച്ചേക്കണം. പിന്നെ ഇലയൊക്കെ എടുത്തിട്ട് വരുന്നൊരു സമയത്ത് അതൊരുവിധം തണുത്തിട്ടുണ്ടാവും. ആ സമയത്ത് കുഴച്ചൊക്കെ എടുക്കണം. ഇപ്പോഴും തണുത്തിട്ടില്ല, എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കറക്റ്റ് ആ ഒരു നമുക്ക് പറ്റുന്നൊരു ചൂടാകുമ്പോഴത്തേക്കും നന്നായിട്ട് കുഴച്ചൊക്കെ എടുത്തിട്ട് അതിന് ഇലയിലേക്ക് പരത്താണ് കേട്ടോ. കുറച്ച് വെള്ളം തൊട്ട് പരത്തുമ്പോൾ വേഗം തന്നെ അതിങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ആകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ആ ശർക്കരയും തേങ്ങയും കൂടിയുള്ള മിക്സില്ലേ, അതും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു പാത്രത്തിൽ ആവി വരുന്നൊരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി. എല്ലാവർക്കും അറിയാം ഞാൻ അട ഉണ്ടാക്കുന്നതൊന്നും ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുള്ള ശീലം പോലെ പറയുന്നതാണേ. അങ്ങനെ അട ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. ഇനി ആ നമ്മൾ വെള്ളം തിളപ്പിച്ച് പൊടിയിലേക്ക് ഇടുത്തില്ലേ, അതിൻ്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ചായ എടുക്കാനായിട്ട് ചായപ്പൊടി ഇട്ട് പാലൊഴിച്ച് നന്നായിട്ട്, അപ്പോൾ നന്നായിട്ട് ഇത് കടുപ്പം വരും കേട്ടോ ഈ ചായക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. സാധാരണ നമ്മൾ പാലിലേക്ക് തേയില ഇടുന്നതിലും കടുപ്പായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴേ. അത് കഴിഞ്ഞിട്ട് ആ ദാഹം വെക്കാനുള്ള അട കൂടി വറുത്തെടുക്കാനായിട്ട് ആ കൂടെ തന്നെ ചെയ്യാനേ. എനിക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ട്യൂഷൻ തുടങ്ങും. ആ സമയത്ത് ഇനി പിന്നെ വന്ന് ചെയ്യാനൊക്കെ പറ്റൂലാത്തത് കൊണ്ടിട്ട് ഞാൻ എല്ലാം ആക്കി വെക്കാണ് കേട്ടോ നേരത്തെ തന്നെ. ഇനി ചായ കുടിക്കാൻ പോകണം. അപ്പം ഞാനും കണ്ണനും കൺമണി അമ്മയും കൂടി ചായ കുടിക്കാനുള്ള എല്ലാമൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഈ രീതിയിൽ അട ഉണ്ടാക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതേ കണ്ടോ, ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ പഞ്ഞി പോലെ അലിയിച്ച് കഴിക്കാൻ പറ്റും. വായിലേക്ക് ഇങ്ങനെ വെച്ച് അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇത്. അതിൻ്റെ അകത്തൊരിക്കൽ ശർക്കരയും തേങ്ങയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വിളയിച്ചെടുത്തതായത് കൊണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കേ. അത് കഴിഞ്ഞിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞേ. ഇനി ഞാനൊന്ന് കുളിക്കാൻ പോകണം കേട്ടോ. അതിന് മുന്നേ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കെറ്റോമാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാമ്പു ആണ്. നമുക്ക് ഡാൻഡ്രഫിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷാമ്പു ആണ്. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുന്നത്. പ്രമോഷനോ ഒന്നുമല്ല, ഞാനിങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്പെടട്ടെ എന്നോർത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.